ഹലോ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കർണാടക ബോർഡറിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഫോറസ്റ്റിലോട്ട് കടന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ്. കർണാടക കഴിഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കർണാടക ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. കാരണം പെട്ടെന്ന് വണ്ടിയൊക്കെ പോയപ്പോൾ ആന പുറകിലായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ കേരളത്തിൽ മഴയായിരുന്നെങ്കിലും കർണാടക വനത്തിൽ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തി. ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ പോയിട്ട് മെയിൻ റോഡിലല്ല. അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുക്കിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കർണാടകയിൽ പോയി ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിൽ, നമ്മളങ്ങനെ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല. എനിക്ക് പറ്റില്ല, ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല, മനസ്സിന് അങ്ങ് പിടിക്കില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാസ് സിലിണ്ടറും അടുപ്പും കുറച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞാൻ കുറച്ച് ചോറും പിന്നെ ചിക്കനൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ചിക്കൻ കറി അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല ട്രാവലിങ്ങിൽ. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ കുറേ ചെമ്മരിയാടുകൾ മേയുന്ന ഒരു സ്ഥലം കണ്ടു. അങ്ങനെ ചെമ്മരിയാടിൻ്റെ അവിടേക്ക് പോയപ്പോൾ അവിടെ അതിനെ മേയ്ക്കുന്ന ഒരു സ്ത്രീ ചോദിച്ചു, നിങ്ങൾ അമ്പലത്തിലോട്ട് വന്നതാണോ, പേട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി. പ്രത്യേകിച്ച് എനിക്ക് കന്നഡ അറിയില്ല, കേട്ടാൽ മനസ്സിലാവുന്നല്ലാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, ടൂറിന് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ഊട്ടായത്ത അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയായിരിക്കും, കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് തന്നെ മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ റൈസും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അന്നേരം അവിടെ ആടിനെയും പശുവിനെയൊക്കെ മേയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പ്രായമുള്ള ആൾക്കാർ. അവർ ഞങ്ങൾക്ക് കുട തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു മുന്നോട്ട് കുറച്ച് വന്ന് നിൽക്കേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അതാണ് വലിയ ആൾക്കാരുണ്ടെങ്കിലുള്ള ഗുണം, അവർ പറഞ്ഞു തരും എന്നൊക്കെ. അപ്പോൾ എൻ്റെ മോനെടുത്ത വീഡിയോ ആണത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ മുതുമല ആ ഭാഗത്തേക്ക് പോയി. അപ്പം മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ മഴ ചെറിയതായിട്ട് പെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ട്രാക്ടറിൽ കട്ട കൊണ്ടുപോകുന്ന, അപ്പോൾ അവർ കുറേ നല്ല വൈബായിരുന്നു അവർ. ഇവിടെ എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്ത് നല്ലൊരു ക്ലൈമറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് മയിലാണ് കേട്ടോ. മയിൽ അതിൻ്റെ ചിറകൊക്കെ ഉണക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കൊക്ക് കൊണ്ട് ഇങ്ങനെ കോതി അതുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുതുമലയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ബന്ദിപ്പൂരിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ ബന്ദിപ്പൂരിലേക്ക് എൻ്ററായി അങ്ങനെ നമ്മൾ അതിലൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചയാണത്. പിന്നെ നമ്മൾ ഫോറസ്റ്റിലേക്കാണ് വന്നത്. അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് പിന്നെ നമ്മൾ വന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, കുറേ മൃഗങ്ങളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്ത് തോർന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് മയിലുകളാണ്, മയിലിനെ കണ്ടു. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് പോയി. അവർ മലയാളികൾ തന്നെയാണെന്നും അധികം. അപ്പോഴാണ് മുന്നിൽ തന്നെ നമുക്കൊരു കൊമ്പനാന പെട്ടത്. ഈ കൊമ്പനാന എന്ന് പറഞ്ഞാൽ നല്ല അടുത്ത് കൂടെ നമ്മളടുത്ത് തൊട്ടടുത്താണ്ടോ പോയത്. അതിന് തൊട്ടപ്പുറം തന്നെ ഒരു കാർ ഇങ്ങനെ ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയതാണോ ആന ഉപദ്രവിച്ചിട്ടതാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിർത്താറൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു മാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണിത്. നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മാനുകൾ ഫുഡ് അവിടുന്ന് തീറ്റ കഴിക്കുന്ന ഒരു കാഴ്ചയാണത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി. പിന്നെ നമ്മളെത്തിയത് മുതുമല കഴിഞ്ഞു, പിന്നെ ബന്ദിപ്പൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ആ പാലം എപ്പോഴും കാണാറുണ്ട്. ആ പാലത്തിൻ്റെ അവിടെയാണ് കൂടുതൽ ഈ മങ്കീസ് ഉള്ളത്. അപ്പോൾ അവർ കൂടുതൽ ഈ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ബന്ദിപ്പൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റ് എനിക്ക് അറിയുന്നില്ല. ബന്ദിപ്പൂർ മുതുമല ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, ബോർഡൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവിടെ ഈ ടോള് എന്തൊക്കെയുണ്ട്, നമ്മളോട് പൈസയൊക്കെ വാങ്ങും. 10-20 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മാനുകൾ, ഒന്നും രണ്ടും അല്ല, ഒരു 100 കണക്കിന് മാനുകൾ അവിടെ നിന്ന് തീറ്റ എടുക്കുന്ന കാഴ്ചയാണത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഇത് കാട്ടാനല്ല കേട്ടോ, ഇത് ഈ ആനപ്പന്തിയിൽ നിന്ന് കുളിപ്പിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ കൊണ്ടുവരുന്ന ആനകളാണ്. അതിൻ്റെ കൂടെ പാപ്പാന്മാരും ഉണ്ടാവും. ഇവിടെയാണ് ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന ഒരു പുഴയുണ്ട് ഇവിടെ.
അപ്പോൾ ഈ സ്ഥലത്താണ് ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുവരും. അപ്പോൾ 2 ആനകളെ ഒരു പാപ്പാൻ കൊണ്ടുവന്നിട്ട് അവയെ കുളിപ്പിക്കുന്ന കാഴ്ചയാണത്. അവിടെ നിന്ന് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അധികം ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഫോറസ്റ്റിലൂടെ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ കുറച്ച് ഇരുട് വരാൻ തുടങ്ങി. കാരണം മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, നമ്മൾ പിന്നെയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ഒരു മൃഗങ്ങളെ കാണില്ല. ഇടക്കും തലക്കൊക്കെ ഓരോ മാനുകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മയിലുകളെ കണ്ടിരുന്നു. മയിലുകൾ ഈ നമ്മുടെ കോഴികൾ കൊത്തി പെറുക്കുന്ന പോലെ റോട്ടിലിരുന്ന് ഇങ്ങനെ കൊത്തി പെറുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ ഒളിച്ച് നിന്ന് നോക്കുന്നത്. അതായത് കൊമ്പനാനയാണ്. അപ്പം നമ്മൾ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ നമ്മൾ പതുക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. ആന ഒരു മരത്തിൻ്റെ പുറകിലായിരുന്നു. പിന്നെ നല്ല കൊമ്പുണ്ട്, കൊമ്പനാനയാണ്. ഇനി ഇത് കാട്ടാന തന്നെ ആയിരിക്കും അറിയില്ല, കാട്ടാന തന്നെയാണിത്. കാരണം ഇത് ആനപ്പന്തിയിലെ ആനയല്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പിന്നെയും മയിലുകൾ ഇതുണ്ടോ. മയിലുകൾ മഴ നനഞ്ഞിട്ട് ചിറകുകളൊക്കെ ഉണക്കുന്ന ഒരു കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മയിലുകളെയൊക്കെ കാണാൻ. അടുത്ത് നോക്കുമ്പോൾ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ മയിലുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നമ്മുടെ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന ഒരു കാഴ്ചയാണ്. പെട്ടെന്ന് അതാണ് ഓടി അങ്ങ് പോയി ഡോറിൻ്റെ അടുത്തുനിന്ന്. അത് നമ്മൾ വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് സൂം ചെയ്ത് എടുക്കാനും പറ്റിയില്ല. കാരണം അവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഇതാണെന്ന് തോന്നുന്നു ബന്ദിപ്പൂർ. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിലെത്തി. അവിടെ ഒരു ടൗണൊക്കെ കാണുന്നുണ്ട് മുമ്പിൽ. ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു ഒരു ടൗണാണ്. എന്നാലും ഇവിടെയൊക്കെ ആനകളുടെ ശല്യം, ആന, ടൈഗർ, കാട്ടുപോത്ത്, മാനുകളൊക്കെ ഇഷ്ടം പോലെ വരുന്ന ഒരു ഏരിയയാണ്. ഇതൊക്കെ ഫോറസ്റ്റ് ഗാർഡുമാർ താമസിക്കുന്ന വില്ലകളാണ്. അപ്പോൾ നമ്മൾ അവിടെ മുന്നോട്ട് പോയി അവിടെ വണ്ടി നിർത്തി അവിടെ തന്നെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഇരുട് വന്ന് തുടങ്ങിയിരുന്നു, വൈകുന്നേരമായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ റൂം എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടലിൽ റൂം എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് 4 മക്കളും ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയാണ് എവിടെ പോയാലും എടുക്കാറ്. അപ്പോൾ ഇതാണ് നമ്മളെ റൂമുകൾ. അപ്പോൾ 2 മക്കൾ അങ്ങനെ കിടക്കാൻ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കുക്കിങ്ങിൻ്റെ സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ ഫുഡ് കഴിക്കാനും ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഇട്ട ഒരു വിൻഡോ ഉണ്ട്, വലിയ വിൻഡോ. അതിൻ്റെ അപ്പുറത്തൊക്കെ ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റോട്ടിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് റിസ്ക് എടുക്കേണ്ട, കാട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടും റിസോർട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട കുട്ടികളുള്ളതെല്ലാം വെച്ച് നമ്മൾ കുറച്ച് ടൗൺ ഏരിയയിൽ തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ റോഡിനെല്ലാം ആനകൾ രാത്രിയും പുലർച്ചയ്ക്കും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി അവിടെ ഒരാൾ മരിച്ചത് കാരണം, തൊട്ട് താഴെ വീട്ടിൽ ഒരാൾ മരിച്ചത് കാരണം അവിടെ ഫുൾ ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ അന്ന് ആന വന്നില്ല. അതുകൊണ്ട് നമ്മൾ രാത്രിക്കത്തെ ഒരു വീഡിയോ എടുത്തില്ല. കാരണം ആന വരികയാണെങ്കിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ സെക്യൂരിറ്റീനോട് സംസാരിച്ചു. സെക്യൂരിറ്റി പറഞ്ഞു ആന വരികയാണെങ്കിൽ ഞാൻ സാറിൻ്റെ ഫോണിലേക്ക് വിളിക്കാം, അപ്പോൾ ഒന്ന് വിൻഡോൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കിയാൽ മതി. അപ്പം എന്തായാലും മിക്കവാറും ആന വരില്ല എന്നും പറഞ്ഞു. വന്നില്ല കേട്ടോ. പിന്നെ രാത്രി കുറച്ച് മാനുകളൊക്കെ വന്നിരുന്നു. മാനുകൾ ഒരുപാട് എടുത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ മലനിരകൾ ഇങ്ങനെ എന്താ പറയുക, മഞ്ഞിൻ്റെ ഇടയ്ക്ക് പെട്ടതുപോലെയുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കമ്പി ഇട്ടത് കാരണം നമുക്ക് വ്യൂ കറക്റ്റായില്ല. ഇത് കോറിഡോറ്. അവിടുന്ന് കുറച്ചും കൂടെ താഴെ പോയിട്ട് ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കുറച്ച് രാത്രിയായപ്പോൾ എന്താ പറയുക, ഒന്ന് ഗൂഡല്ലൂർ ടൗൺ അവിടെ അടുത്താണ്, 5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഗൂഡല്ലൂർ ടൗൺ, തമിഴ്നാട്. പിന്നെ നമ്മൾ അവിടെ പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ഏതായാലും റൂമിൽ വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ച് ഗൂഡല്ലൂർ ടൗണിൽ പോയി. അവിടെ എല്ലാ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ ചെറിയ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. അന്നേരം തന്നെ അവിടെ കടകളിലുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾ രാത്രി തിരിച്ചു പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ച് പോകണം. കാരണം എപ്പോഴും എല്ലാ സമയത്തും രാത്രി ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ഉപദ്രവിക്കും, എപ്പോഴും ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെയാണ് ഗൂഡല്ലൂർ. അപ്പോൾ ഗൂഡല്ലൂർ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയാണ് ഇത്. ഗൂഡല്ലൂർ അല്ല, ഗൂഡല്ലൂർ ഒന്നും കൂടെ വലിയൊരു ടൗണാണ്.
ഇത് ബന്ദിപ്പൂരിൽ നിന്ന് കുറച്ച് ദൂരേക്കാണ് നമ്മൾ വന്നത്. ഗുഡല്ലൂർ എത്താനായപ്പോഴേക്കും നല്ല ഇരുട്ടായി. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോകളൊന്നും എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ യാത്ര. അപ്പോൾ ഇതിൽ കുറേയൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. നമ്മൾ ഏകദേശം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രാവലിങ്ങിന് ചെയ്യും. കാരണം അല്ലാണ്ട് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്തായാലും നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കാം എപ്പോഴും ഒരു യാത്ര നമുക്ക് പതിവുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. നമ്മൾ കുറേ കൂടി വീഡിയോ എന്താ പറയുക